ഉസ്താദായ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റഈസുൽ ഉലമ ഉസ്താദിന്റെ ഉസ്താദായ രണ്ട് സമസ്തകളുണ്ടല്ലോ. രണ്ട് സമസ്തകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വലിയ വലിയ ഉസ്താദന്മാരുടെ ഉസ്താദായ ബഹറുൽ ഉലൂം ഉസ്താദിന്റെ അടുക്കലേക്ക് ഒറ്റൊരു തങ്ങൾ ഉസ്താദിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒറ്റൊരു വാക്ക് ഒരാള്, അത് മഹാനായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് വലിയ ആലിമും മഹാനുമാണല്ലോ, കടൽ പോലെയുള്ള ആലിമാണല്ലോ. മഹാനായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കാൻ തൗഫീഖ് ലഭിച്ചവരാണെന്നല്ലോ അവരെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഉസ്താദിന്റെ മുന്നിലേക്ക് ഒരാള് വന്നു. ആ വന്ന ആള് ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദുമായി വലിയ ബന്ധമുള്ള ആളാണ്. ഉസ്താദിനോട് പലപ്പോഴും ബന്ധപ്പെടുന്ന ആളാണ്. ഉസ്താദുമായി പല വിഷയങ്ങളിലും ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഷോപ്പുണ്ട്, എനിക്ക് ബിസിനസ്സുകളുണ്ട്. പക്ഷെ എനിക്ക് പ്രായം കൂടുതലായതുകൊണ്ട് എനിക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. നാട്ടിലും എനിക്ക് ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പോക്ക് ഞാൻ സൗദിയിലേക്ക് പോവുകയാണ്. ഞാൻ തൽക്കാലം ബിസിനസ്സുകളൊക്കെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ മാറ്റി നൽകുകയാണ് വെച്ചിട്ട് അങ്ങോട്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഒരു ദുആ കൂടി എനിക്ക് വേണം. ഈ വന്ന ആള് ഒരു ഉസ്താദല്ല, ഒരു നാടനായ വലിയ കോട്യാധിപതിയായ കോടീശ്വരനായ ഒരാളാണ് അയാള് ഒക്കെ ഉസ്താദിന്റെ മുന്നിൽ താഴ്മയോടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉസ്താദേ, യാത്ര ചെയ്യുകയാണല്ലോ, എവിടെയെങ്കിലും മരിച്ചു പോയാലോ, അതുകൊണ്ടൊന്ന് ഈമാൻ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് കരയുകയാണ്. മറുപടി പറയുന്നില്ല. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, മഹാനായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഈ പ്രായമുള്ള ഉമറാക്കളിൽ പ്രധാനിയായ കോടീശ്വരനായ ആൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈമാനോടുകൂടെ മരിക്കാൻ എന്നോട് ദ്വാരക്കാൻ നീ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഞാൻ ആ വിഷയത്തിൽ പേടിയിലാണ്. എനിക്കങ്ങനെ ദ്വാരക്കാൻ കഴിയോ എന്നറിയില്ലെന്ന് പറയുമ്പോൾ ഇയാൾ കരയാൻ തുടങ്ങി. ഉസ്താദേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ പിന്നെ ആരാണ് ഇങ്ങനെ പറയാൻ അർഹതയുള്ളതെന്ന് ചോദിക്കുമ്പോ മിണ്ടിയില്ല. പിന്നെ അല്പസമയം കഴിഞ്ഞപ്പോ ഒക്കെ ഉസ്താദ് പറഞ്ഞു, മോനെ, എങ്കിലും നീ സൗദിയയിൽ പോയാൽ ഇന്ന ഒരു സ്ഥലമുണ്ട്, ജിസാനിന്റെ പിന്നൊരു ഭാഗത്ത് കാട് പ്രദേശം, അവിടെ പോയി ഒരു മഹാനുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ, ഉസ്താദ് പറഞ്ഞു, 20 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇഷ്കല്ലാതെ വിഷയമില്ല, മഹബ്ബത്തല്ലാതെ വിഷയമില്ല, ഇലാ മദീനത്തി റസൂലില്ലാഹ് അതല്ലാതെ വിഷയമില്ല. അങ്ങനെയുള്ള ഒരു മഹാനെ നീ കണ്ടുപിടിച്ചോ, എന്നിട്ട് ദ്വാരന്നോ. അയാള് ദ്വാരക്കാൻ പറ്റിയ ആളാണെന്ന് പറഞ്ഞു. ഉസ്താദ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ആ മനുഷ്യൻ നേരെ സൗദിയിലേക്ക് വന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടതൊക്കെ ഏൽപ്പിച്ചു. മദീനയിൽ പോയി ശേഷം ഉംറക്ക് വന്നു. പലരോടും ആ സ്ഥലം ചോദിച്ചു, ആ മഹാനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം ചിന്തിച്ചത്, ഓക്കെ ഉസ്താദ് ഒരു മഹാനെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ആ മഹാൻ ആരായിരിക്കും, എത്ര വലിയ മഹാനായിരിക്കും, എത്ര വലിയ വലിയായിരിക്കും എന്ന രീതിയിൽ അങ്ങനെ കണക്ക് കൂട്ടി. പക്ഷെ പിടുത്തം കിട്ടിയില്ല. വിദാഇന്റെ തവാഫ് കഴിഞ്ഞിട്ട് ഹറമിൽ നിന്ന് പുറത്തു വരാൻ ഒരുങ്ങുമ്പോ കഅബ നോക്കി കരയുമ്പോ ഒരു അറബി സുഹൃത്ത് വന്നിട്ട് സലാം പറഞ്ഞു. എന്തേ മുഖത്ത് ബേജാറെന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞു, എന്റെ നാട്ടില് മലബാറിൽ കേരളത്തിൽ ഒരു വലിയ മഹാനുണ്ട്. ആ മഹാനായ വലിയ ബഹറുൽ ഉലൂമാകുന്ന ഔലിയാക്കളിൽ പ്രധാനിയായവരോട് ഞാനിങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞപ്പോ ഇന്ന ഒരാളോടാണ് ദ്വാരപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ സൗദിയിൽ പലരോടും അന്വേഷിച്ചു. അപ്പോഴാണ് അറബി സുഹൃത്ത് പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഇവിടെ നിന്ന് റിയാദിലേക്ക് പോകണം, റിയാദിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരമുള്ള ജിസാനിലേക്ക് പോകണം, ജിസാനിൽ നിന്ന് നജിറാൻ വഴി കാട്ടിലൂടെ, ഫ്ലൈറ്റിലല്ല കാറിലൂടെ പോകണം. ഞാൻ ചുരുക്കുന്നു. അങ്ങനെ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അദ്ദേഹത്തിനെ കൂട്ടിയിട്ട് ഈ വലിയ ഉമറാക്കളിൽ പ്രധാനിയായ നല്ല ദീനുള്ള തഹജ്ജുദ് ഒഴിവാക്കാത്ത ഈ മനുഷ്യൻ കാറിലൂടെ ജിസാനിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആ 800 കിലോമീറ്റർ വണ്ടിയിലൂടെ കാടിന്റെ ഉള്ളിലൂടെ നടന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ടെന്റ് പോലെയുള്ള സ്ഥലം, ദുഹാന്റെ സമയത്താണ് എത്തിയത്. പുറത്തു വന്നപ്പോ ഒരാളുണ്ട്. ചോദിച്ചു, ആ മഹാനെ കാണാൻ
എന്തെങ്കിലും വഴിയുണ്ടോ? മഹാനെ കുറിച്ച് ചോദിക്കുമ്പോ അവിടെയുള്ളവർ പറഞ്ഞു അറിയൂല, എപ്പോഴും ഇബാദത്താണ്. 40 വർഷമായി ഈ സ്ഥലം വിട്ടു പോയിട്ടില്ല. ആകെ പോകുന്നത് 12 ദിവസം, 16 ദിവസം മാത്രമാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ മദീനയിൽ പോയിട്ട് അങ്ങട്ടിരിക്കും. പിന്നെ കാട്ടിലേക്ക് വരും. റസൂലുള്ളാഹിനോട് ഇഷ്കിന്റെ പേരിൽ, അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ ദുനിയാവ് മറന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി പുറത്തുള്ളവർ ചുരുക്കുന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ളുഹ്റോളം കാത്തു, അസറോളം കാത്തു, മഗ്രിബോളം കാത്തു, ഇശാഓളം കാത്തു. ഇശാ കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു തിരിച്ചല് തിരിഞ്ഞു. പെട്ടെന്ന് പോയി സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കി അങ്ങോട്ട് തിരിയാൻ ഒരുങ്ങി. വേറെ ഒന്നും സംസാരിക്കാൻ ചാൻസ് കൊടുത്തില്ല. ഒന്ന് ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ ഈ സലാമത്തിന്റെ ദ്വാരക്കാണല്ലോ ഇത്രയെല്ലാം ഓടി വന്നത്. ഷാഹിന് അവകാശം കിട്ടിയില്ല. പിന്നെ മെല്ലെ പറഞ്ഞു അനമിനൽ മലബാർ, ഞങ്ങൾ മലബാറിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോ ആ പ്രായമുള്ള 90 കഴിഞ്ഞ ആ വലിയ മുഖത്ത് നല്ല ശംസ് പോലെ ഖമർ പോലെ ലംഘുന്ന ജീവിതത്തിലെ ഇഷ്ക് മാത്രമുള്ള മദീന മാത്രമുള്ള അള്ളാഹുവിനെ ചിന്തിച്ച് ദുനിയാവ് മുഴുവനും തൊലാഖാക്കിയ ആ വലിയ മഹാനവറുകള് ഒറ്റ തിരിച്ചല് തിരിഞ്ഞിട്ട് ചോദിച്ചു ഹൽ തുറഫു ശൈഖ് അബൂബക്കർ ഇബ്നു അഹ്മദ്, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ, മലബാറുകാരനല്ലേ, നിങ്ങൾക്ക് ശൈഖ് അബൂബക്കർ ഇബ്നു അഹ്മദിനെ പരിചയമുണ്ടോ? AP ഉസ്താദിനെ പരിചയമുണ്ടോ? അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ശിഷ്യന്മാരാണ്, അവര് ഞങ്ങൾ ശിഷ്യന്മാരാണ്, മുഹിബ്ബീങ്ങളാണെന്ന് പറയുമ്പോ പ്രായമുള്ളവർ ഒരു ദുനിയാവിന്റെ സംസാരവും ഇല്ലാതെ ആഖിറം മാത്രം ചിന്തിക്കുന്ന ഔലിയാക്കളിൽ പ്രധാനിയായ എല്ലാ സമയത്തും ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബഅന വതബിഅൻ ലാ തഅദിലാ. ആ മഹാനവറുകൾ വടിമല്ല പിടിച്ചിട്ട് കുത്തിമല്ല പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് വന്ന ആൾക്കാര് നെറ്റിയിലേക്ക് ചുംബിച്ചിട്ട് പറഞ്ഞു ശൈഖ് അബൂബക്കറിനെ പരിചയമുള്ള ആളാണോ, അദ്ദേഹത്തിന്റെ തിൽമീദാണോ നിങ്ങള്? നെറ്റിയിലേക്ക് വിളിച്ചിട്ട് ചുംബിച്ചിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മുഹിബ്ബാണ്, എല്ലാ ഖൈറാത്തുകളും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഫിയത്തിന് ഞാൻ ദുആർക്കാറുണ്ട്, ദീർഘായുസ്സിന് ദുആർക്കാറുണ്ട്. അപ്പോഴാണ് ചോദ്യം നിങ്ങൾ മർക്കസിൽ വന്നിട്ടുണ്ടോ, കേരളത്തിൽ വന്നിട്ടുണ്ടോ, ഉസ്താദിനെ പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഇന്ത്യ കണ്ടിട്ടില്ല, ഞാൻ ഏത് നാട്ടിലേക്കും പോയിട്ടില്ല. എന്റെ ഒരു ശൈഖുണ്ട്, ശൈഖ് യാസീനുൽ ഫാദാനി. മർക്കസിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തിന് അറിയും, പേര് കേട്ടാല്. ആ യാസീനുൽ ഫാദാനിന്റെ മുരീദാണ് ഞാൻ. 30 വർഷം മുമ്പ് മദീനയിൽ പോയി ഞാൻ ഖിദ്മത്ത് എടുക്കുമ്പോ അവരോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് കടമ പൂർത്തിയാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ യാസീനുൽ ഫാദാനി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇന്ത്യയിലുണ്ട്, അത് ശൈഖ് അബൂബക്കർ ഇബ്നു അഹ്മദ് ആണ്. അത് നമ്മുടെ ഖാദിയായ ശൈഖുനാ സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മുരീദായ ശിഷ്യനായ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാടിന്റെ വനാന്തരങ്ങളിൽ ഞാൻ അല്ലാഹുവിലേക്ക് ഓർത്തിട്ട് എപ്പോഴും ആഫിയത്തിന് ദുആ ചെയ്യാറുണ്ട്. 90 കഴിഞ്ഞ ഉസ്താദ് നാളെ മുതൽ കേരള യാത്ര ആരംഭിക്കുമ്പോ നമ്മുടെ മുന്നിലെത്തുമ്പോ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. റബ്ബന